ദുബായ് ജോസ് ഡയലോഗ് പറഞ്ഞ എന്താ പറയാലോ ഭാസ്കര കൊടുക്ക് കള്ളോ കപ്പയോ കൊഞ്ചോ കരിമീനോ എല്ലാം പോരട്ടെ നിന്റെ ചെലവ് എല്ലാരും മേളക്കാരി വിളിച്ചു വന്ന് കൊടുക്കട്ടെ അടിച്ച് കയറി വാ അടിച്ച് അല്ലേ എവിടേക്ക് നിങ്ങൾ പോണം ഇങ്ങനെ തിരിച്ചു പോണെന്താ? ഞാൻ മക്കളെ നമ്മളെ പഞ്ചായത്തിൽ പോവുകയാണ്. എന്തിയാ പോവാടോ അവിടെ? പഞ്ചായത്തില് കുളത്തിന് അപേക്ഷ വാങ്ങുന്നുണ്ട് ഇത്തരം പഞ്ചായത്ത് കുളം ഉണ്ടാക്കാൻ. അപ്പൊ അതിന് വേണ്ടിട്ട് പോവാ. അതിന് നമ്മൾ ഈ 17 വാർഡിൽ എവിടെ കുളത്തിൽ സ്ഥലം 2-3 കുളങ്ങൾ ഇപ്പൊ ഓൾറെഡി ഉണ്ടല്ലോ. ഇപ്പൊ എവിടേക്ക് ഞങ്ങൾ കുളം ഉണ്ടാക്കുന്നത്? നമ്മളെ 17 വാർഡിൽ അതിന് സ്ഥലമില്ലാത്ത ഇഷ്ടം പോലെ സ്ഥലമല്ലേ? പാറില് മള്ളായ റോഡ് 8 മീറ്റർ വീതിയിൽ ഇഷ്ടം പോലെ കുള. അത് നിങ്ങൾ പറഞ്ഞ ശരിയാട്ടോ. അത് നിങ്ങൾ പറഞ്ഞ പഞ്ചായത്തിന് പൈസ ലാഭാണ്. ചെറിയ ഫണ്ട് പാസ്സാക്കിയാൽ മതി. അപ്പൊ മക്കളെ ഞാൻ പോയോക്കട്ടെ. ഞാൻ കൊണ്ട് അപേക്ഷ കൊടുക്കണം. എല്ലാം പോരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ കാണുന്ന ശരി എന്നാ. എന്താ ചെയ്യാ മൂപ്പര് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ റോഡിന്റെ അവസരം വളരെ മോശമാണ്. ഇത് എന്തായാലും ഉദ്യോഗസ്ഥന്മാര് കണ്ണു തുറക്കില്ല. തുറന്നാ മതി, തുറക്കൂല. ഇതിപ്പോ എന്തെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടില്ല, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതേമാതിരി പല വിഷയങ്ങളും കേന്ദ്രീകരിച്ചിട്ടുള്ള വീഡിയോയും വരും, കോമഡി ആയിട്ട് പല രീതിയിലായിട്ട്. നമ്മളെ നാട്ടിലുള്ളതാണെങ്കിലും പുറം ഭാഗങ്ങളിലാണെങ്കിലും. അപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിയിച്ചോളൂ. നമ്മൾ ഒന്ന് ഇതേമാതിരി കോമഡി ആയിട്ട് വീഡിയോ എടുക്കും. ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ നടക്കാതായിട്ട് വരുമ്പോഴുള്ള ഒരു കോമഡിപരമായിട്ട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അത്, അല്ലേ? അപ്പോൾ ഇതെന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇപ്പോൾ ഈ തുടക്കം നമ്മുടെ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ 8 മീറ്റർ റോഡ് വീതി ആളുകൾ സ്വന്തം മതിലൊക്കെ പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വീതി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വീതി ഇപ്പോൾ ആക്കിയിട്ടിട്ട് ഇപ്പോൾ 5 വർഷം 6 വർഷത്തോളമായി. പക്ഷേ ഇതിനിപ്പോൾ യാതൊരു നടപടി ഒരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് ഒരു മേഖലയിൽ നിന്നും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിലൊരു വീഡിയോ ഇത് ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ കുറേ വീഡിയോകൾ നാട്ടിൽ പുറത്ത് എല്ലാവരുടെയും കോമഡി ആയിട്ട് വരും. അപ്പോൾ എല്ലാ ആളുകളും നമ്മളെ വീഡിയോ കാണണം. വീഡിയോ കണ്ടിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. നമ്മുടെ നാട്ടിലെ വിഷയം പൊതുവിഷയങ്ങൾ, അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ശരി, മറ്റുള്ള വിഷയത്തിനായി നാട്ടിലെ പ്രാദേശിക വിഷയങ്ങളാണെങ്കിലും ശരി, കോമഡി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു ചാനലാണ് നമ്മളത്. അപ്പോൾ എല്ലാ ആളുകളും നമ്മളെ വീഡിയോ കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്.